ഹായ് ഓൾ, വെൽക്കം ടു എജുവാലി. നമ്മൾ ഇന്ന് നോക്കുന്നത് ബൈനറി ടു ഡെസിമൽ കൺവേർഷൻ ആണ്. കഴിഞ്ഞ 2 ക്ലാസ്സുകളിലായിട്ട് നമ്മൾ നമ്പർ സിസ്റ്റത്തിനെ കുറിച്ചാണ് പഠിക്കുന്നത്. ആൻഡ് നമ്മൾ ആദ്യം നമ്പർ സിസ്റ്റത്തിന്റെ ഇൻട്രൊഡക്ഷൻ ഭാഗത്ത് പവറുകൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. 2ന്റെ പവർ ഓർത്തിരിക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ അത് കൃത്യമായിട്ട് പഠിച്ചിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഡെസിമൽ ടു ബൈനറി കൺവേർഷൻസ് എങ്ങനെയാണെന്ന് കണ്ടു. ഈസി മെത്തേഡ് എങ്ങനെയാണ്, റിയൽ മെത്തേഡ് അല്ലെങ്കിൽ സ്കൂളിൽ പഠിക്കുന്ന നോർമൽ മെത്തേഡ് എങ്ങനെയാണെന്ന് ഞാൻ കൃത്യമായിട്ട് പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ പഠിപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെ ഇത്രയും ലെങ്ത് ആവുന്ന എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വർക്കൗട്ടും കൂടെ ചെയ്യുന്നത് കൊണ്ടാണ്. അപ്പോൾ പ്രാക്ടീസ് മേക്സ് പെർഫെക്റ്റ് എന്നാണ്. അപ്പോൾ 2-3 എക്സാമ്പിൾ വെച്ച് നിർത്താതെ നിങ്ങൾ ഒരു 10-20 എക്സാമ്പിൾ ഒക്കെ റാൻഡം ഇട്ട് ചെയ്ത് നോക്കൂ. ഓക്കെ, അപ്പൊ അപ്പോഴാണ് ഈസി മെത്തേഡിൽ നിങ്ങൾക്ക് വിത്തിൻ സെക്കൻഡ്സ് അതൊന്ന് വർക്കൗട്ട് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. ആ ഒരു കാര്യം പഠിച്ചതുകൊണ്ട് മാത്രം കാര്യമില്ല, അത് പ്രാക്ടീസ് ചെയ്യുകയും കൂടെ വേണം എന്നാണ് ഞാൻ പറയുന്നത് കേട്ടോ. അപ്പൊ ഇന്ന് നമ്മൾ ബൈനറിയിൽ നിന്നും എങ്ങോട്ട് മാറ്റുകയാണ്, ഡെസിമലിലേക്ക് മാറ്റുകയാണ്. ക്ലിയർ? അപ്പൊ ഇന്ന് നമ്മളുടെ ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നത് എന്താണ്, ബൈനറി ടു ഡെസിമൽ കൺവേർഷൻ ആണ്. ക്ലിയർ? അപ്പൊ ബൈനറിയുടെ ബേസ് എത്രയാ ചോദിക്കട്ടെ? ബൈനറിയുടെ ബേസ് എത്രയാ പഠിച്ചിട്ടുണ്ടല്ലോ, 2 ആണ്. ഇനി ഡെസിമലിന്റെയോ? ഡെസിമലിന്റെ എത്രയായിരുന്നു? യെസ്, 10 ആണ്. ഓക്കെ, പഠിച്ചിട്ടുണ്ട്. ഇനി 2⁴ എത്രയാ ഓർക്കുന്നുണ്ടോ? 2⁴ എത്രയാ? 1 2 4 8 എത്രയാ വരണേ? 2⁴ എത്രയാ വരണേ? 16 ആണ് വരണേ. കറക്റ്റ് ആണ്. അപ്പൊ ഇനി തുടങ്ങാം. അപ്പൊ ഏകദേശം ബേസിക് ഒക്കെ നിങ്ങൾക്ക് ഓക്കെ ആണ്. അപ്പൊ നമ്മള് ബൈനറിനെ ഡെസിമലിലേക്ക് മാറ്റാനായിട്ട് നമ്മൾ സ്കൂളിൽ 5 മാർക്കിനൊക്കെ പഠിക്കുന്ന രീതിയാണ് ഞാൻ ഇവിടെ എഴുതുന്നത്. ഇത് എഴുതുമ്പോൾ നിങ്ങൾക്ക് വലിയ ക്ലിയർ ആയിട്ട് മനസ്സിലായിക്കൊള്ളണമെന്നില്ല, എന്നാലും ഓരോ സ്റ്റെപ്പുകളായിട്ട് ഞാൻ ഒന്നുകൂടെ വായിക്കാം. സോ ആദ്യത്തെ സ്റ്റെപ്പ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് കിട്ടിയിട്ടുള്ള ബൈനറി നമ്പർ ഏതാണോ അതിനെ എഴുതുക. എഴുതുന്ന സമയത്ത് എവിടുന്ന് തുടങ്ങണം? വലതുവശത്തു നിന്നുള്ള അക്ഷരം എഴുതി തുടങ്ങണം. അപ്പൊ വലത് സൈഡിൽ നിന്നും എങ്ങോട്ട് എഴുതണം? ഇടത്തെ സൈഡിലേക്ക് എഴുതി തുടങ്ങണം. അപ്പൊ അങ്ങനെ കുറച്ച് സ്പേസ് ഇട്ടിട്ടാണ് നമ്മൾ എഴുതുക. എന്നിട്ട് എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഓരോ ഡിജിറ്റിനെയും, ഓരോരോ ഡിജിറ്റ് ഉണ്ടാവുമല്ലോ, ആ ഓരോ ഡിജിറ്റിനെയും 2ന്റെ പവർ വെച്ച് ഗുണിക്കണം. ഓക്കെ, റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് എഴുതുന്നു, 2ന്റെ പവർ വെച്ച് ഗുണിക്കുന്നു. അത് കഴിഞ്ഞിട്ട് എന്താ പറ്റുക? ഈ ഗുണിച്ചതിന്റെ ഒക്കെ എന്താണ്, ടോട്ടൽ സം എടുക്കുന്നു. അങ്ങനെ ടോട്ടൽ സമ്മ കിട്ടുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുക? ഡെസിമൽ നമ്പർ കിട്ടുക. ഓക്കെ, അപ്പൊ ഏകദേശം ഞാൻ തിയറി എന്താണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. കൺഫ്യൂസ് ആവേണ്ട കാര്യമില്ല, എക്സാമ്പിൾ വെച്ച് തന്നെ നമുക്ക് പഠിക്കാം. ഓക്കെ, അപ്പോൾ എക്സാമ്പിൾ വെച്ച് പഠിക്കുന്ന സമയത്ത് നമുക്ക് നോക്കാം. ആദ്യത്തെ എക്സാമ്പിൾ ആയിട്ട് നമ്മൾ എടുത്തേക്കുന്നത് 11101. നല്ല നമ്പറാണ്. അപ്പൊ എങ്ങനെ എഴുതാൻ പറഞ്ഞേക്കുന്നേ? വലത് നിന്നും ഇടത്തേക്ക്. അപ്പൊ നമുക്ക് എഴുതാം 1 then 0, പിന്നെന്താ 1 again another 1, പിന്നെന്താണ് 1. ഇങ്ങനെ നമ്മൾ എഴുതി കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം? 2ന്റെ പവർ കൊണ്ട്, അപ്പൊ എല്ലാം എവിടുന്ന് എങ്ങോട്ടാണ്? റൈറ്റ് ടു ലെഫ്റ്റ് ആണ് എന്ന് എഴുതണം. അപ്പൊ 2ന്റെ പവർ കൊണ്ട് ഗുണിക്കണം. അപ്പൊ ഇങ്ങനെ ഗുണിച്ചു തുടങ്ങുക. അല്ലേ? 2⁻0 ആണ് ആദ്യത്തെ പവർ. രണ്ടാമത്തേത് 2⁻1 ആണ്. then 2⁻2, 2⁻3, 2⁻4. ഇനി എന്താ പറഞ്ഞേക്കണത്? ഇതിനെ സമ്മ് ചെയ്യണം. അപ്പോൾ ഇടയ്ക്കൊക്കെ എന്തിട്ട് കൊടുക്കണം? ഓരോ ഡിജിറ്റ് കഴിയുമ്പോൾ എന്തിട്ട് കൊടുക്കണം? പ്ലസ് ഇട്ട് കൊടുക്കണം. ക്ലിയർ? എന്നിട്ട് എന്ത് ചെയ്യണം? ഇത് ഈ ക്രിയ അങ്ങ് അത്രേ ഉള്ളൂ. അപ്പോൾ 1 × 2⁻4 അതിനാണ് ഞാൻ ഓരോന്നായിട്ട് പഠിക്കാൻ പറഞ്ഞത്. 1 2 4 8 16 എന്നുള്ളത് പഠിക്കാൻ പറഞ്ഞേക്കണത്. അപ്പൊ നോക്കുക, നമ്മൾ ഇതുപോലെ തന്നെ അടുത്ത സ്റ്റെപ്പിൽ എന്ത് എഴുതി വരും? റൈറ്റിൽ നിന്ന് എഴുതി വരുമ്പോൾ 1 × 2⁻0 എന്ന് പറയുന്നത് 1 ആണ്. പ്ലസ് 0 × 2⁻1 എന്ന് പറയുന്നത് 2 തന്നെയാണ്. പ്ലസ് 1 × 2⁻2 എന്ന് പറയുന്നത് 2⁻2 എത്രയാണ്? 4 ആണ്. പിന്നെ 2⁻3 എത്രയാണ്? 8 ആണ്. പിന്നെന്താണ്? 2⁻4 എത്രയാണ്? 16 ആണ്. അപ്പൊ അത് ചെയ്തു. ഇനി എന്ത് ചെയ്യണം? നമ്മൾ ഇത് ഓരോ ഡിജിറ്റിന്റെ ആണ് ഞാൻ ബ്രാക്കറ്റ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. ഇനി നമ്മൾ എന്ത് ചെയ്യണം? സം ചെയ്യണം. അപ്പോ 1 × 1 1 ആണ്. 0 × 2 0 ആണ്. 1 × 4 4 ആണ്. പ്ലസ് ഉണ്ട്. 1 × 8 8 ആണ്. പ്ലസ് 1 × 16 16 ആണ്. ക്ലിയർ? ഇനി എന്ത് ചെയ്യണം? 0 കൂട്ടണ്ട, ഇതൊക്കെ തമ്മിൽ അങ്ങ് കൂട്ടി എഴുതിയേ.
16, 8, 4, 1 എത്ര കിട്ടും? 16, 8, 4, 12, 1, 13, 13, 16 എത്രയാണ്? 29 അല്ലേ? 29 എന്നുള്ളത് കിട്ടും. ഇത് ചെയ്തു വെക്കുക. ഇങ്ങനെയാണ് നമ്മളുടെ റിയൽ മെത്തേഡ്. മനസ്സിലായോ? ആദ്യം സംഖ്യകൾ നമ്മൾ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് എഴുതുന്നു. 1, 0, 1, 1, 1 എന്ന് നമ്മൾ എഴുതുന്നു. എന്നിട്ട് ആ ഓരോ ഡിജിറ്റിനെയും 2ന്റെ പവർ കൊണ്ട് ഗുണിക്കുന്നു. അപ്പൊ നമ്മൾ റൈറ്റിൽ നിന്നും ലെഫ്റ്റിലേക്കാണ് എഴുതി തുടങ്ങുക. അപ്പൊ റൈറ്റിലുള്ള സംഖ്യ തൊട്ട് 2^0, 2^1, 2^2, 2^3, 2^4 എന്നുള്ള രീതിയിൽ ചെയ്യുന്നു. എന്നിട്ട് അതിനെ കറസ്പോണ്ടിങ് സമ്മപ്പ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഉത്തരം കിട്ടുന്നു. അപ്പൊ നമുക്ക് കിട്ടുന്ന ഉത്തരം എത്രയാണ് അവസാനം കിട്ടുന്നത്? 29 ആണ്. ഇത് ഡെസിമൽ. അപ്പൊ 11101 എന്ന് പറയുന്ന ബൈനറി നമ്പറിന് ഇക്വലന്റ് ആയിട്ടുള്ള ഡെസിമൽ വാല്യൂ ആണ് എത്ര? നമുക്ക് കിട്ടിയത് എത്രയാ? 29. ക്ലിയർ ആണല്ലോ? ഈ പറഞ്ഞത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. 2-3 എക്സാമ്പിൾ കൂടെ നമുക്ക് നോക്കാം. അടുത്ത എക്സാമ്പിൾ ആയിട്ട് ഏതാ പറഞ്ഞേക്കുന്നേ? 1101. അപ്പൊ എഗെയിൻ നമ്മൾ റൈറ്റിൽ നിന്ന് എഴുതാണ്. 1 0 ഗ്യാപ്പ് ഇട്ട് എഴുതാം. ഓക്കെ, 1 0 പിന്നെന്താണ്? 1 1. അപ്പൊ നമ്മൾ സംഖ്യ എഴുതി. ഞാൻ കളർ മാറ്റി എഴുതാം നിങ്ങൾക്ക് മനസ്സിലാവാനായിട്ട്. ഓക്കെ, അപ്പം ഇനി എന്താ പറഞ്ഞേക്കുന്നേ? ഓരോ സംഖ്യേനെയും 2ന്റെ പവർ വെച്ച് ഗുണിക്കണം അല്ലേ? അപ്പോ ആദ്യം ഇങ്ങനെ 2 നിട്ട് പോവുക തുടക്കത്തിലൊക്കെ. ഇത് റിയൽ മെത്തേഡ് ആണ് പഠിക്കുന്നത്, സ്കൂളിലേക്ക് വേണ്ടിയിട്ടുള്ളതാണ്. സോ 0 1 2 3 എന്ന് എഴുതി പോവുക. ഓരോ ഡിജിറ്റിനെ നമ്മൾ റൈറ്റിൽ നിന്നും ലെഫ്റ്റിലേക്കാണ് സ്റ്റാർട്ട് ചെയ്തേക്കുന്നത്. ഓക്കെ, റൈറ്റിൽ നിന്നും ലെഫ്റ്റിലേക്കാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തേക്കുന്നത്. ഇനി എന്താ പറഞ്ഞേക്കുന്നേ? ഇതിന്റെ എന്ത് ചെയ്യണം? സം എടുക്കണം അല്ലേ? അപ്പൊ നോക്കിയേ, പ്ലസ് പ്ലസ് പ്ലസ്. ഇനി നോക്ക, 1 × 2^0. 2^0 1 ആണ്. ഇൻറ്റു 1 ചെയ്യുമ്പോൾ ആ സ്റ്റെപ്പ് എത്തുന്നതിന് മുമ്പ് നമുക്ക് ഇങ്ങനെ തന്നെ എഴുതാം. പ്ലസ് എന്താണ്? 0 × 2^1 എത്രയാണ്? 2^1 എത്രയാണ്? 2 ആണ്. പ്ലസ് 1 × 2^4. 2^4 എത്രയാണ്? 4 ആണ്. ദെൻ 1 × 2^3. 2^3 എന്ന് പറയുന്നത് 8 ആണ്. ഇത് സമ്മപ്പ് ചെയ്തേ. 8 പ്ലസ് 4 പ്ലസ് 0 പ്ലസ് 1. 8 4 12 1 13. ഇങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്? എങ്ങനെ പഠിക്കുന്നത്? യെസ്, റിയൽ മെത്തേഡ് അല്ലെങ്കിൽ നോർമൽ മെത്തേഡ് യഥാർത്ഥത്തിൽ തിയററ്റിക്കൽ ആയിട്ട് നമ്മൾ പഠിക്കുന്നത് ഈ ഒരു മെത്തേഡിലാണ്. നമ്മൾ സ്കൂളിൽ +1 +2 കമ്പ്യൂട്ടർ സയൻസ് ഒക്കെ എടുത്ത് പഠിക്കുന്ന സമയത്ത് നമുക്ക് ഇത് പഠിക്കാനുണ്ട്. നമുക്ക് ഒരു ചാപ്റ്റർ ആയിട്ട് തന്നെ പഠിക്കാനുണ്ട്. അവിടെ നമ്മൾ 6 മാർക്കിനും 8 മാർക്കിനൊക്കെ എഴുതാൻ വേണ്ടിയിട്ടാണ് ഇത്രയും സ്റ്റെപ്പ് എടുത്ത് നമ്മൾ എഴുതേണ്ടത്. ഇനി നമ്മളുടെ നോർമൽ മെത്തേഡ് ആണ് ഇപ്പൊ പറഞ്ഞത്. ഈസി മെത്തേഡ് എന്ന് പറയുന്നത് നമ്മൾ ഈ പോകുന്ന PSC എക്സാം ഒബ്ജക്റ്റീവ് എക്സാം ആണ്. അവിടെ നമുക്ക് ഈ ക്രിയകളൊന്നും കാണിക്കണ്ട, വഴികൾ കാണിക്കണ്ട, എന്ത് മാത്രം കിട്ടിയാൽ മതി? ഉത്തരം കിട്ടിയാൽ മതി. അപ്പൊ ഞാൻ ഇത് ഓരോന്ന് നിങ്ങളെ പറഞ്ഞ് ചെയ്യിപ്പിക്കാനായിട്ട് ഏകദേശം ഒരു 1.5 മിനിറ്റ് എടുത്തു എന്ന് വെക്കാം. സ്പീഡിൽ ചെയ്യാൻ എളുപ്പം കിട്ടും, പറഞ്ഞു തരുമ്പോഴാണ് കുറച്ച് സമയം എടുക്കുന്നത്. അപ്പോൾ ഇതിനെ കുറച്ചും കൂടെ നോർമൽ ഈസി ആയിട്ട് പഠിക്കാനുള്ള മെത്തേഡാണ് അടുത്തത് പറയുന്നത്. അപ്പോൾ ഇവിടുന്ന് തന്നെ പറയാൻ പറ്റും, നമ്മൾ ഈ ഗുണിക്കുന്ന ഈ സംഭവങ്ങൾ ഓർമ്മയുണ്ടല്ലോ, 2ന്റെ പവർ വെച്ചിട്ടാണ് ഗുണിക്കുന്നത്. അപ്പൊ ഈ സ്റ്റെപ്പുകൾ നമ്മൾ റെഡ്യൂസ് ചെയ്തിട്ടാണ് ആക്ച്വലി ഈസി മെത്തേഡിലേക്ക് പോവുക. ഈ സ്റ്റെപ്പുകൾ തന്നെയാണ് അവിടെ ചെയ്യുന്നത്. പക്ഷെ പെട്ടെന്ന് നമ്മൾ എന്തേ ഓർക്കുള്ളൂ? 1 2 4 8 ചെയ്തില്ലേ എന്നേ ചോദിക്കുള്ളൂ. അപ്പൊ അത് നമുക്ക് പറയാം. ഈസി മെത്തേഡിൽ എന്താ ചെയ്യണേന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾക്ക് തന്നിട്ടുള്ള സംഖ്യ നേരത്തെ എഴുതിയ പോലെ നിരത്തി എഴുതാം. ആദ്യത്തെ എക്സാമ്പിൾ വെച്ച് തന്നെ തുടങ്ങാം. എങ്ങനെയാണ്? 1 0 1 1 1. ഇതാണ് നമുക്ക് കിട്ടിയിട്ടുള്ള സംഖ്യ. ഇതിന്റെ ഈക്വലന്റ് നമുക്ക് കിട്ടിയതാണ് 29 ആണ് എന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമ്മൾ റിയൽ മെത്തേഡിൽ ചെയ്തിട്ടുണ്ട്. ഇനി നോക്കുക, നമുക്ക് ഇവിടെ 2ന്റെ പവർ കൊണ്ട് ഗുണിക്കുന്നതിന് പകരം 2ന്റെ പവർ നിങ്ങൾ ഓർത്തേ. 2ന്റെ പവർ എങ്ങനെയാണ്? 1 2 4 8 16 32 64 128 512 2 5 6 512 1024. ഇത്രയല്ലേ വരണേ? 1 2 4 8 16 32 64 128 256 അതുപോലെ തന്നെ 512 അതുപോലെ തന്നെ 1024. ഇത്രയാണ് 2ന്റെ പവർ വരുന്നത്. ഇത് കൃത്യമായിട്ട് ഓർക്കണം. ഇനി നമ്മൾ എല്ലാം എഴുതുന്നത് ഇവിടുന്ന് എങ്ങോട്ടാ? അതിന്റെ കൂടെ പറഞ്ഞേ, 2ാമത്തെ ക്ലാസ് ആയത് പറഞ്ഞേ. ഇവിടുന്ന് എങ്ങോട്ടാ? റൈറ്റിൽ നിന്നും ലെഫ്റ്റിലേക്കാണ് എഴുതുക.
അപ്പോൾ എന്ത് വരും? റൈറ്റിൽ നിന്ന് നമ്മൾ ലെഫ്റ്റിലേക്ക് എന്തെഴുതാണ്? 2ന്റെ പവർ ഇതിന്റെ മുകളിൽ എഴുതുകയാണ്. അപ്പോൾ ആദ്യത്തെ 2ന്റെ പവർ എന്ന് പറയുന്നത് 1 ആണ്. ദെൻ 2 എഴുതുന്നു, 4, 8, പിന്നെന്താണ് 16. ക്ലിയർ അല്ലേ? ഇനി ചെയ്യേണ്ട രീതി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 0 ഇൻറ്റു മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 0 തന്നെയാണ് കിട്ടുക അല്ലേ? അപ്പോൾ ആ 0 വരുന്നത് നമുക്ക് ഇവിടെ നിന്നുകൊണ്ട് തന്നെ നമുക്ക് ക്യാൻസൽ ചെയ്യാം. അപ്പൊ 0 വേണ്ട, ബാക്കിയൊക്കെ സം ചെയ്തേ. 16 + 8 + 4 + 1 എത്ര കിട്ടി? 16 + 8 + 4 + 1 എത്ര കിട്ടി? 29 എന്ന് കിട്ടി. നമ്മൾ ആ വലിച്ചു നീട്ടി സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് എഴുതിയിട്ടുള്ള ആ കാര്യം തന്നെയാണ് സിമ്പിൾ സ്റ്റെപ്പ് കൊണ്ട് കിട്ടിയത്. മനസ്സിലായോ? ഇത്രയേ ഉള്ളൂ. ഇതാണ് ഈസി മെത്തേഡ്. അടുത്തൊരു എക്സാമ്പിൾ കൂടെ നോക്കാം. നമുക്കിത് എത്രയാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്? ഞാനത് മറന്നുപോയി, ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷെ നിങ്ങളെ പഠിപ്പിക്കുന്നതിന് മുമ്പ് ഇത് ചെയ്തു നോക്കണമല്ലോ, അങ്ങനെ എഴുതി വെച്ചേക്കണെയാണ്. സോ നമുക്കിതിന്റെ ആൻസർ എത്ര കിട്ടുക? 13 ആണ് കിട്ടുക. നോക്കാം 13 കിട്ടുന്നുണ്ടോ എന്ന് നോക്കാം. സോ നമ്മൾ എഴുതാം 1 0 1 1. റൈറ്റിൽ നിന്നും ലെഫ്റ്റിലേക്ക് നമ്മൾ എഴുതി. ഇനി എന്താ പറഞ്ഞേക്കുന്നത്? 2ന്റെ പവർ ഇട്ട് കൊടുക്കണം. 2ന്റെ പവർ ഇട്ട് കൊടുക്കാം. 1 2 4 8. അടുത്ത സ്റ്റെപ്പ് എന്താ? 0 ഉള്ളത് അവിടെ വെച്ച് തന്നെ എന്ത് ചെയ്യുക? ക്യാൻസൽ ചെയ്യുക. അപ്പൊ ഈ 0 നമുക്ക് വേണ്ട. സോ സമപ്പ് ചെയ്യണ സമയത്ത് 8 + 4 + 1 8 4 12 13. എത്ര പെട്ടെന്ന് ഉത്തരം കിട്ടിയേ അല്ലേ? അപ്പോ അടുത്തത് ചെയ്തേ. അടുത്തത് എന്താ? അടുത്തത് സിമ്പിൾ ആണ്. 1 1 1 1 1. 5 1 ആണ്. അപ്പൊ നോക്കിയേ, ഇനി 2ന്റെ പവർ ഇട്ട് കൊടുത്തേ. എന്റെ കൂടെ തന്നെ ചെയ്തു വന്നേ. 1 2 4 8 16. ഇനി ഇവിടെ ക്യാൻസൽ ചെയ്യാൻ ഒന്നുമില്ല. അപ്പൊ എന്ത് ചെയ്താൽ മതി? ഡയറക്റ്റ് സമ്മപ്പ് ചെയ്യണം. 16 + 8 + 4 + 2 + 1 എത്ര കിട്ടും? 31 എന്ന് കിട്ടും. 8 4 12 12 2 14 1 15 15 16 31 എന്ന് നമുക്ക് കിട്ടും. സോ നമുക്കിത് 31 ഈസി ആയിട്ട് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ മറ്റേ രീതിയിൽ ചെയ്തു വെക്കാം. ഞാൻ പറഞ്ഞാൽ സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ 2 രീതിയും പഠിക്കണമല്ലോ. ഓക്കെ, അപ്പോൾ ഇത് ഈസി മെത്തേഡാണ് പറഞ്ഞേ. ഇനി അടുത്തത് നോക്കിയേ. 1 0 1 0 1. ഓക്കെ, നല്ല നമ്പറാ. നോക്കാം. 1 0 1 0 1. ഓക്കെ, 1 0 1 0 1. നമ്മൾ എന്ത് ചെയ്യണം? 2ന്റെ പവർ കൊടുക്കണം അല്ലെ? 2ന്റെ പവർ എവിടുന്ന് എങ്ങോട്ടാ കൊടുക്കുന്നത്? എന്റെ കൂടെ പറഞ്ഞേ, എവിടുന്ന് എങ്ങോട്ടാ കൊടുക്കുന്നത്? റൈറ്റിൽ നിന്നും ലെഫ്റ്റിലേക്കാണ്. അപ്പൊ 2ന്റെ പവർ കൊടുക്കുക. 1 2 4 8 16. ഇനി എന്താ വേണ്ടത്? 0 ഉള്ളത് ഇവിടുന്ന് തന്നെ അങ്ങ് ക്യാൻസൽ ചെയ്യുക. ഓക്കെ, 0 ആണ് നമ്മളെ തെറ്റിക്കുന്ന ആള്. അപ്പൊ 0 ഇവിടുന്ന് ക്യാൻസൽ ചെയ്യുക. 0 × 8 0 ആയതുകൊണ്ട് ക്യാൻസൽ ചെയ്തു. 0 × 2 0 ആയതുകൊണ്ട് ക്യാൻസൽ ചെയ്തു. അപ്പൊ നമുക്ക് സമ്മപ്പ് ചെയ്യാനുള്ളത് 16 + 4 + 1 എത്ര കിട്ടി? 16 4 20 1 21 എന്നുള്ളത് കിട്ടി. ഈസി അല്ലേ? അപ്പൊ ഇതാണ് നോർമൽ മെത്തേഡ്. ഇനി ഞാൻ ഈ പറഞ്ഞതിനകത്ത് ഒരെണ്ണം കൂടെ ഉണ്ട്, എന്നിട്ട് നമുക്ക് പോവാം. അടുത്തത് നോക്കുക. എത്രയാണ്? 1 1 0 0 1 1. ഓക്കെ, 1 1 0 0 1 1. ഇതാണ് നമ്മുടെ നമ്പർ. ഇനി നമുക്ക് എന്ത് ചെയ്യണം? 2ന്റെ പവർ ഇട്ട് കൊടുക്കണം. 2ന്റെ പവർ ഇട്ട് കൊടുത്തേ. എവിടുന്ന് എങ്ങോട്ടാ? റൈറ്റിൽ നിന്നും ലെഫ്റ്റിലേക്ക്. ഓൾവേസ് റൈറ്റിൽ നിന്നും ലെഫ്റ്റിലേക്കാണ് ഇടുക. അപ്പോ നോക്കിയേ, 1 2 4 8 16 32. ഇനി 0 ഉള്ളത് വേണ്ട അല്ലെ? 0 ഉള്ളത് വേണ്ട. അപ്പൊ നമുക്ക് 8ഉം 4ഉം വരുന്ന ആ ഭാഗങ്ങൾ വേണ്ട. ബാക്കി സമ്മപ്പ് ചെയ്തേ. 32 16 2 1. നോക്കിയേ, 32 16 48 48 2 51 51. അപ്പൊ ഞാൻ പറഞ്ഞ വാല്യൂസ് നിങ്ങൾ സൈഡിൽ എഴുതിയിട്ടോ. ഞാനത് റിയൽ ആയിട്ട് ഇപ്പൊ ഞാൻ കാൽക്കുലേറ്ററിൽ നിന്ന് കാണിക്കുന്നുണ്ട്. അപ്പൊ അത് കിട്ടുന്നുണ്ടോ എന്ന് നോക്കുക. ആദ്യം നമുക്ക് കിട്ടിയ വാല്യൂ എന്ന് പറയുന്നത് എത്രയായിരുന്നു? 29 ആണ്. പിന്നെ കിട്ടിയത് നമുക്ക് 13 ആണ്. പിന്നെ 31 ആണ് കിട്ടിയത്. ലാസ്റ്റ് നമുക്ക് സെക്കൻഡ് ലാസ്റ്റ് വാല്യൂ എത്രയായിരുന്നു? 21 ആണ്. ദെൻ ഈ വാല്യൂ എത്രയായിരുന്നു? 51. അപ്പൊ ഇതാണോ കിട്ടിയത് എന്നുള്ളത് നമുക്ക് നോക്കാം. സോ ഞാനിത് കാൽക്കുലേറ്റർ എടുത്ത് വെച്ചേക്കുവാണ്. അപ്പോ നോക്കുക, നമ്മൾ 8 ബിറ്റ് റെപ്രസെന്റേഷൻ ആയിട്ടാണ് എടുക്കുന്നത് അല്ലെ? 8 ബിറ്റ് റെപ്രസെന്റേഷൻ ആണ് നമുക്ക് എടുക്കുക. അപ്പൊ ഞാനിവിടെ എഴുതുകയാണ്. നമ്മളുടെ നോക്കിയേ,
ആദ്യത്തെ നമ്പർ എത്രയായിരുന്നു പറഞ്ഞേ? 11101 ഉണ്ടോ? ഇതില് ബാക്കി നമ്മൾ എഴുതിയിരിക്കുന്നത് 11101 എന്നാണ്. പക്ഷെ നമ്മള് കമ്പ്യൂട്ടറിനകത്ത് എങ്ങനെയാണ് 8 ബിറ്റ് റെപ്രസെന്റേഷൻസ് ആയിട്ടാണ് കാണിക്കുക. അപ്പൊ 8 ബിറ്റ് റെപ്രസെന്റേഷൻ ആയിട്ട് കാണിക്കുന്ന സമയത്ത് ഈ ബാക്കി വരുന്നതാണ് 000 ആയിട്ട് ഇട്ട് കൊടുക്കുക. ഓക്കെ, അത് കുറച്ചും കൂടി ഡീപ്പായിട്ട് നിങ്ങൾ എന്താണ് കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗിൽ ഡിപ്ലോമ ലെവൽ പഠിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. നമുക്ക് അത്രയും വേണ്ട. അപ്പൊ അത്രയും ഡീപ്പായിട്ടൊന്നും നമുക്ക് പോണ്ട. സോ 8 ബിറ്റ് റെപ്രസെന്റേഷൻ ആണ്. അപ്പൊ ബാക്കിയുള്ള ഡിജിറ്റ് നമ്മൾ ലെഫ്റ്റിൽ 0 ആഡ് ചെയ്തിട്ട് മേക്കപ്പ് ചെയ്യും എന്നുള്ളത് മാത്രം ആലോചിക്കുക. അപ്പൊ നമ്മളുടെ നമ്പർ വരുന്നത് 11101. ഞാനിപ്പോ ബൈനറിയിലാണ് എഴുതിയേക്കുന്നത്. അപ്പൊ കറസ്പോണ്ടിങ് ഡെസിമൽ വന്നേക്കുന്ന കണ്ടോ? 29. ക്ലിയർ? രണ്ടാമത്തെ നമ്പർ എത്രയായിരുന്നു? 1101. 1101ന്റെ കറസ്പോണ്ടിങ് നോക്കിയേ എത്രയാണ്? ഡെസിമൽ എത്ര കിട്ടിയേക്കണേ? 13 ആണ്. കറക്റ്റ് അല്ലേ? ഇനി അടുത്ത നമ്പർ ഏതായിരുന്നു പറഞ്ഞേ? 10101. നോക്കിയേ, 10101 വന്നപ്പോ എത്രയാ? 21. നമുക്ക് കിട്ടിയത് 21 തന്നെയാണ് അല്ലെ? ഇനി അടുത്തത് നോക്കിയേ, അടുത്തത് എത്രയായിരുന്നു? 11111. നോക്കിയേ, 31 അല്ലെ? 11111 ചെയ്തപ്പോ എത്രയാണ് കിട്ടിയത്? 31 ആണ്. അടുത്തത് ഏതായിരുന്നു? 110011. എത്രയാ കിട്ടിയേ? 51. ഇത് ഹെക്സാഡെസിമലിലെ വാല്യൂം ഒക്ടലിലെ വാല്യൂം കാൽക്കുലേറ്ററിൽ കാണിക്കുന്നുണ്ട്. ഞാൻ ഡെസിമൽ ആണ് പഠിപ്പിക്കുന്നത്, അതുകൊണ്ടാണ് ഡെസിമൽ പറയുന്നത് കേട്ടോ. സോ ക്ലിയർ ആയിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. ബൈനറി ടു ഡെസിമൽ ആൻഡ് ഡെസിമൽ ടു ബൈനറി കൺവേർഷൻ. അപ്പൊ ഇനി നമുക്ക് ഇവിടുന്ന് പഠിക്കാനുള്ളത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് എക്സാമ്പിൾ വർക്കൗട്ട് ചെയ്യണ്ടേ? ഞാൻ കുറച്ച് എക്സാമ്പിൾ തരാം, പോയിട്ട് ചെയ്തു നോക്കൂ, കിട്ടുന്നുണ്ടോ എന്ന് നോക്കൂ. സോ ഒന്നാമത്തത് 1100. രണ്ടാമത്തത് 10110. മൂന്നാമത്തത് 1010. 4 10110. 5 1110. 6 10110. 7 111011. 8 1011. 1011 ചെയ്തിട്ടില്ലല്ലോ? ഇല്ല. then 9 1110. ഓക്കെ, then 10 101010. അപ്പോൾ ഈ ഒരു 10 ഡിജിറ്റ് നിങ്ങൾ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ എന്ന് നോക്കുക. അപ്പോൾ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ചോദിക്കുക. നമ്മൾ ബൈനറി ടു ഡെസിമൽ കൺവേർഷൻ ആണ് നോക്കിയിട്ടുണ്ടായിരുന്നത്. സോ വിഷ് യു ആൾ ദ ബെസ്റ്റ്. ഫൈൻ, താങ്ക് യു.